നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. സന്നിധാനത്ത് സംയുക്ത സേനയുടെ റൂട്ട് മാർച്ച് നടത്തി. രാമക്കൽമേടിൽ തൊഴിലാളി വാഹനം അപകടത്തിൽപ്പെട്ട 5 പേർക്ക് പരിക്ക്. കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ ഇടത്തറമുക്കിന് സമീപമാണ് അപകടം. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് നല്ലത്. വിഷയത്തിൽ കോൺഗ്രസ് ഉടൻ നടപടി. രാജ്യം കണ്ട ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാണ് ശബരിമലയിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിശദമായ വാർത്തകളിലേക്ക് ആദ്യം നോക്കാം. ശരണമന്ത്രം. ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. സന്നിധാനത്ത് സംയുക്ത സേനയുടെ റൂട്ട് മാർച്ച് നടത്തി. ഡിസംബർ 5-നും 6-നും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ. ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി കേരള പോലീസ്, CRPF, RAF, NDRF, ആന്റി സബോട്ടേജ് ചെക്ക് ടീം, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നീ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഡിസംബർ 5-നും 6-നും 2 ദിവസം അധിക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ R. ശ്രീകുമാർ അറിയിച്ചു. ഡിസംബർ 5-നും 6-നും രാത്രി 11 മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കില്ല. നടയടച്ച ശേഷം തിരുമുറ്റവും പരിസരവും കേരള പോലീസിന്റെ ആന്റി സബോട്ടേജ് ടീം പരിശോധനയ്ക്ക് വിധേയമാക്കും. നടയടച്ച ശേഷം വരുന്ന ഭക്തർക്ക് നടപ്പന്തലിലെ ക്യൂവിൽ കാത്തുനിൽക്കാം. പിറ്റേന്ന് രാവിലെ മാത്രമേ പടി കയറാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. സിറ്റി വിഷൻ, സന്നിധാനം. തൃക്കാർത്തിക പ്രഭയിൽ ശബരിമല സന്നിധാനം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളായ വ്യാഴാഴ്ച ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് തിരുപ്പള്ളിയിൽ പ്രത്യേക സജ്ജമാക്കിയ കളത്തിൽ കാർത്തിക ദീപം കൊളുത്തി. മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി, എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസൻ, സോപാനം സ്പെഷ്യൽ ഓഫീസർ ബിജു V. നാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് വിശേഷാൽ ദീപാരാധന നടന്നു. സന്നിധാനത്തെ എല്ലാ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലും ദീപങ്ങൾ തെളിയിച്ചു. തുടർന്ന് സന്നിധാനത്ത് കമ്പവിളക്ക് തെളിഞ്ഞു. വിവിധ വകുപ്പുകളുടെ ഓഫീസിന് മുന്നിലും കാർത്തിക ദീപങ്ങൾ തെളിഞ്ഞു. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് സന്നിധാനത്തെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി 24 മണിക്കൂറും കർമ്മനിരതം. മല കയറിയെത്തുന്ന അയ്യപ്പ ഭക്തർക്കും സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്കും ഒരുപോലെ ആശ്വാസമേകുകയാണ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ഈ ചികിത്സാ കേന്ദ്രം. നിലവിൽ പ്രതിദിനം 1000-ലധികം പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. 7 ഡോക്ടർമാരും 4 തെറാപ്പിസ്റ്റുകളും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ഉൾപ്പെടെ 20 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഡിസ്പെൻസറിയുടെ സേവനം 24 മണിക്കൂർ ലഭ്യമാണെന്ന് ചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈൻ അറിയിച്ചു. നമ്മളിവിടെ 24 മണിക്കൂറും മല കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കായിട്ട് ആയുർവേദ ചികിത്സയുടെ സേവനം നൽകി വരികയാണ്. നമുക്കിവിടെ 20 സ്റ്റാഫുണ്ട്. 7 ഡോക്ടർമാർ, 4 തെറാപ്പിസ്റ്റുകളും ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ 20 സ്റ്റാഫുണ്ട്. റൗണ്ട് ദ ക്ലോക്ക് നമ്മൾ പ്രവർത്തിക്കുകയാണ്. പ്രധാനമായും നമ്മൾ മല കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാർ മസിൽ ക്രാംസുകൾ, അതായത് നമ്മൾ ഈ മല ഇത്രയും ഒരു ഏകദേശം 4 കിലോമീറ്ററോളം മല കയറണം. അപ്പോൾ കയറുമ്പോൾ മസിൽ പുള്ള്, മസിൽ ക്രാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആയുർവേദ ചികിത്സകൾ, പഞ്ചകർമ്മ, മർമ്മ ചികിത്സകൾ, അതുപോലെ തന്നെ സ്പോർട്സ് ആയുർവേദയുടെ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലകയറ്റം കാരണം ഭക്തർക്കുണ്ടാകുന്ന പേശിവലിവ്, ശരീരവേദന എന്നിവ പരിഹരിക്കുന്നതിനായി പഞ്ചകർമ്മ, മർമ്മ ചികിത്സകൾ ഇവിടെ നൽകി വരുന്നു. സന്നിധാനത്തെ തണുപ്പും തിരക്കും മൂലം പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കുമുണ്ടാകുന്ന പനി, ശ്വാസകോശ അണുബാധ തുടങ്ങിയവയ്ക്കും ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ട്. മരുന്നുകൾക്ക് പുറമെ ഫ്യൂമിഗേഷൻ,
ആവി പിടിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 18ാം പടിയിൽ ഭക്തരെ കയറ്റുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന ചുമലുവേദനയ്ക്ക് വിദഗ്ധരായ തെറാപ്പിസ്റ്റുകളുടെ പരിചരണവും ലഭ്യമാണ്. തീർത്ഥാടന കാലയളവിൽ എരുമേലി, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന 3 ഡിസ്പെൻസറികളും മണ്ഡലമകരവിളക്ക് കാലം അവസാനിക്കുന്നതുവരെ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. സിറ്റി വിഷൻ, സന്നിധാനം. രാമക്കൽമേട്ടിൽ തൊഴിലാളി വാഹനം അപകടത്തിൽപ്പെട്ട 5 പേർക്ക് പരിക്ക്. കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ ഇടത്തറമുക്കിന് സമീപമാണ് അപകടമുണ്ടായത്. രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. അമിത വേഗതയിലെത്തിയ വാഹനം വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുള്ള ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. മരത്തിലിടിച്ചാണ് നിന്നത്. വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇവരെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ ക്രാഷ് ബാരിയറുകളുടെ അഭാവമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 6 മാസത്തിനിടെ അതിർത്തി മേഖലയിൽ അപകടത്തിൽപ്പെടുന്ന 18ാമത്തെ തൊഴിലാളി വാഹനമാണിത്. ഇടുക്കിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി ശാന്തൻപാറ ടാങ്കുമേട് സ്വദേശി പുകഴേന്തിയാണ് മരിച്ചത്. ചിനക്കനാൽ ഫാത്തിമ മാതാ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. വല്യമ്മയുടെ വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് മേൽ നടപടികൾ ആരംഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് നല്ലത്. വിഷയത്തിൽ കോൺഗ്രസ് ഉടൻ നടപടിയെടുത്തു. AICCയുടെ അനുമതിയോടെയാണ് തീരുമാനം. രാഹുലിന്റെ ചെയ്തികൾ കോൺഗ്രസിന് ചെറിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും സണ്ണി ജോസഫ് കട്ടപ്പനയിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരുന്നു. നടപടിക്രമങ്ങളുടേതായ കാരണം രാജിവെക്കുന്നതാണ് നല്ലത്. അതൊക്കെ ഞങ്ങൾ സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൂടി അപ്രൂവൽ വേണം. കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു. എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ. തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളിലും എടുത്തിട്ടുണ്ട്. ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല. പരാതി KPCCക്ക് കിട്ടിയപ്പോൾ അതപ്പോൾ തന്നെ പോലീസ് DGPക്ക് ഫോർവേഡ് ചെയ്തു. അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അക്കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു, പരിഗണിച്ചു. എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക് നോക്കാം. പോരാട്ടം 2025.
ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷനിൽ വിജയം തുടരാൻ LDFും തടയിടാൻ UDFും കരുത്തുകാട്ടാൻ NDAയും കരുത്തുറ്റ വനിതകളെ ഇറക്കിയപ്പോൾ മത്സരം തീപാറും. LDFിനായി സ്വപ്ന ജോയും UDFിനായി മിനി പ്രിൻസും NDAയ്ക്കായി ബിജി സുരേന്ദ്രനുമാണ് മത്സര രംഗത്തുള്ളത്. ഈ ഡിവിഷനിൽ നിന്നും UDF വിജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ LDFിനാണ് വിജയം ലഭിച്ചത്. പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകൾ പൂർണ്ണമായും വണ്ടൻമേട് പഞ്ചായത്തിലെ 7 വാർഡുകളും നെടുങ്കണ്ടം പഞ്ചായത്തിലെ 4 വാർഡുകളും ചേർന്നതാണ് ഡിവിഷൻ. കഴിഞ്ഞ തവണ വിജയിച്ച GGK ഫിലിപ്പ് ആദ്യ 2 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇദ്ദേഹം മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് LDF വോട്ട് ചോദിക്കുന്നത്. ജനങ്ങൾക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏരിയ പാമ്പാടുംപാറ ഡിവിഷനാണ്. അവിടെ ജനോപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതലും കാർഷിക മേഖലയാണല്ലോ അവിടെ. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് കൂടുതലായി ചെയ്യുന്നത്. പിന്നെ വിനോദസഞ്ചാരത്തിന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട് ടൂറിസം പദ്ധതി. അതിനും ഞാനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കും നമ്മുടെ നാടിനും ഏറ്റവും പ്രയോജനകരമായ രീതിയിലാണ് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കരുണാപുരം പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ മിനി പ്രിൻസ്, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അധ്യാപിക, കുടുംബശ്രീ റിസോഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയാണ് UDFിന് ഉള്ളത്. വളരെ ശുഭപ്രതീക്ഷയാണ്. കാരണം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിച്ചിരിക്കും. പ്രസന്നൻ പുളിക്കലിനും അതുപോലെ മധുസൂദനും ഉൾപ്പെടെ എല്ലാം നല്ല മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ നിർത്തിയിരിക്കുന്നത്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഏറ്റവും മിടുക്കരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാർഡുകളിലെല്ലാം വിജയം ഉറപ്പാണ്. NDA സ്ഥാനാർത്ഥിയായ ബിജി സുരേന്ദ്രൻ മഹിളാ മോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ സെക്രട്ടറിയാണ്. ശക്തമായ മത്സരം കാഴ്ചവെച്ച കരുത്ത് തെളിയിക്കുവാനാണ് NDAയുടെ നീക്കം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജ്യം കണ്ട ഏറ്റവും വലിയ മോഷണങ്ങളിലൊന്നാണ് ശബരിമലയിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിലെയും ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളുടെ സംഗമം തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ ഒത്താശയോടെയാണ് ശബരിമലയിൽ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം മോഷ്ടിച്ചത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമലയിലെ വിഗ്രഹമോഷണം നാടറിയില്ലായിരുന്നു. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ 2 പേരാണ് ജയിലിലായിരിക്കുന്നത്. കൂടുതൽ നേതാക്കൾ ഇനിയും പിടിക്കപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ മുഴുവൻ പഞ്ചായത്തുകളും UDF പിടിച്ചെടുക്കും. അതിശക്തമായ അമർഷമാണ് ഈ സർക്കാരിനോട് ജനങ്ങൾക്കുള്ളതെന്നും VD സതീശൻ പറഞ്ഞു. ഏറ്റവും വിശ്വസ്തരായ 2 പേർ ഇന്ന് മോഷണ കുറ്റത്തിന്, അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിലാണ്. എന്നിട്ട് CPM അവർക്കെതിരായ ഒരു നടപടി പോലും സ്വീകരിക്കുന്നില്ല. ഒരു നടപടി എടുക്കില്ലെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. എന്റെ കാര്യം, അവർ ഇനിയും മൊഴി കൊടുത്താൽ അതിനേക്കാൾ വലിയ CPM നേതാക്കന്മാരിലേക്ക് ജയിലിലേക്ക് പോകും. കോടതി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് G മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, KPCC ജനറൽ സെക്രട്ടറിമാരായ ഇബ്രാഹിംകുട്ടി കല്ലാർ, S അശോകൻ, KPCC സെക്രട്ടറി MN ഗോപി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, സേനാപതി വേണു, ബിജോ മാണി, MJ കുര്യൻ, ജോസ് പൊട്ടംപ്ലാക്കൽ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, CS യശോധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ സ്ഥാനാർത്ഥി ടോണി തോമസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ സമാപന യോഗം ഉപ്പുതറയിൽ നടന്നു. ശബരിമല അയ്യന്റെ സ്വർണം വരെ കട്ടെടുത്ത പ്രതികളായ നേതാക്കളെ സംരക്ഷിക്കപ്പെടുന്ന കൊള്ളക്കാരുടെ സംഘമായി ഇടതുപക്ഷം മാറിയെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഉപ്പുതറയിൽ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ശബരിമല അയ്യപ്പന്റെ സ്വർണം വരെ കട്ടെടുത്ത പ്രതികളായ നേതാക്കളെ സംരക്ഷിക്കപ്പെടുന്ന കൊള്ളക്കാരുടെ സംഘമായി ഇടതുപക്ഷം മാറിയെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പരാതിപ്പെടുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും അദ്ദേഹം ഉപ്പുതറയിൽ പറഞ്ഞു.
ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ സ്ഥാനാർത്ഥി ടോണി തോമസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ സമാപന യോഗം ഉപ്പുതറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കള്ളന്മാരെ, ശബരിമലയിലെ ഈ കൊള്ളക്കാരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ എങ്ങനെ കാണും? ആരാണ് കള്ളന്മാരെ സംരക്ഷിക്കുന്നത്? കോൺഗ്രസിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ ശിക്ഷിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മാർക്സിസ്റ്റ് പാർട്ടി UDF ഉപ്പുതറ മണ്ഡലം ചെയർമാൻ ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, DCC പ്രസിഡന്റ് CP മാത്യു, അഡ്വക്കേറ്റ് EM അഗസ്തി, റോയി K പൗലോസ്, അഡ്വക്കേറ്റ് S അശോകൻ, EK വാസു, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ഷാജഹാൻ മഠത്തിൽ, ജോർജ് ജോസഫ് പടവൻ, സാബു വേങ്ങവേലി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടോണി തോമസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടതുപക്ഷ ശബ്ദം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശബ്ദം. കെ സലിംകുമാർ. ഇന്ത്യയിലെ അവശത അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരടക്കമുള്ളവർക്കായി പോരാടുന്ന ഇടതുപക്ഷ ശബ്ദം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആകെ ശബ്ദമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന PS രാജൻ ആദ്യ ദിവസത്തെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയുടെ സമാപന യോഗം ഉപ്പുതറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന PS രാജൻ ആദ്യ ദിവസത്തെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പ്രചരണ പരിപാടിയുടെ ആദ്യ ദിവസത്തെ സമാപന യോഗം ഉപ്പുതറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലിംകുമാർ. ഇടതുപക്ഷ സർക്കാരിനെ കേന്ദ്ര സർക്കാർ പ്രതിരോധിക്കുന്നതിലും വാശിയോടുകൂടി കേരളത്തിൽ പ്രതിരോധ കോട്ട കെട്ടുന്നത് UDF ആണെന്നും ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ജനദ്രോഹ നടപടിയാണ് UDF സ്വീകരിച്ചതെങ്കിൽ ഇതിനു വിഭിന്നമായി ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാരാണ് LDF സർക്കാർ. 18 മാസത്തോളം കേരളത്തിൽ പെൻഷൻ വിതരണം നടത്താൻ UDF സർക്കാർ തയ്യാറാകാതിരുന്നുവെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രകാരം 9 വർഷ കാലയളവിനുള്ളിൽ 2000 രൂപ പെൻഷൻ വിതരണം നടത്തിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 7 ചെയിൻ മേഖലകളിൽ പട്ടയ വിതരണം നടത്തുകയും 3 ചെയിൻ മേഖലകളിലടക്കം പട്ടയായി തരണ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും ഇത്തരം നടപടികൾ നടത്തി സർവോന്മുഖ വികസനങ്ങൾക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4,36,000 പേർക്ക് പട്ടയം കൊടുത്തു. ഇടുക്കി ജില്ലയിൽ നമ്മൾ 48,000 പേർക്ക് പട്ടയം കൊടുത്തു. ഈ 3 ചെയിൻ പട്ടയ നടപടികൾ പൂർത്തിയാക്കി കോൺഗ്രസ് കൊടുത്ത കേസ് പിൻവലിച്ചാൽ മതി, നമ്മൾ കൊടുക്കാം. ഉപ്പുതറയിലെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സർവേ നമ്പറുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതെല്ലാം പറയുന്നത് ഈ ഗവൺമെന്റ് പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പട്ടയം കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയാ. ഉപാധിരഹിതമായ പട്ടയം, ഉമ്മൻചാണ്ടി കൊടുത്ത പട്ടയമല്ല, ഉപാധിയില്ലാത്ത പട്ടയം. ആ കിട്ടുന്ന പട്ടയം അവർക്ക് ഉപയോഗിക്കാം ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും. അങ്ങനെ പട്ടയം കൊടുത്തു. യോഗത്തിൽ CPI ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി KR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലാൽ അബ്രഹാം സ്വാഗതം പറഞ്ഞു. MJ വാവച്ചൻ, ഷീബ സത്യനാഥ്, സജിമോൻ ടൈറ്റസ്, ടോമി പകലോമറ്റം, ജോസഫ് എള്ളുപാറ, കലേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി PS രാജനും മറ്റ് ഗ്രാമ ബ്ലോക്ക് സ്ഥാനാർത്ഥികളും പ്രസംഗിച്ചു. യോഗത്തിന് മുന്നോടിയായി ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും ടൗണിലേക്ക് 100 കണക്കിന് LDF പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. പൂപ്പാറ വേളാങ്കണ്ണി മാതാ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് മരിയൻ കൺവെൻഷനും തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന അമലോത്ഭവ തിരുനാളും കൺവെൻഷനും 7-ാം തീയതി സമാപിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ കൊടിയേറ്റിയതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മുരിക്കുംതട്ടി സെന്റ് മരിയ ഗൊരോത്തി പള്ളിയുടെ കീഴിൽ പൂപ്പാറയിൽ സ്ഥാപിതമായിരിക്കുന്ന വേളാങ്കണ്ണി മാതാ പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനും മരിയൻ കൺവെൻഷനും തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷത്തിൽ മരിയൻ കൺവെൻഷൻ, തിരുനാൾ കുർബാന, അഭിഷേകാരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തിരുനാൾ സന്ദേശം, വാഹന വെഞ്ചിരിപ്പ്, ജപമാല, വാഹന റാലി എന്നിവ നടക്കും. ടൗൺ കുരിശുപള്ളിയിൽ നിന്നും ആരംഭിച്ച ജപമാല റാലിക്ക് ശേഷം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ
കൊടിയേറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഫാദർ ജെയിംസ് വാക്കീൽ, ബ്രദർ ബേബി ജോൺ എന്നിവർ മരിയൻ കൺവെൻഷൻ നയിക്കും. ഇടവക വികാരി ഫാദർ ജോസഫ് കോയിക്കൽ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. 7-ാം തീയതി ഞായറാഴ്ച തിരുനാളിന് കൊടിയിറങ്ങും. സിറ്റി വിഷൻ, പൂപ്പാറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 11,980 രൂപ, പവന് 95,840 രൂപ, വെള്ളി ഗ്രാമിന് 196 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. സന്നിധാനത്ത് സംയുക്ത സേനയുടെ റൂട്ട് മാർച്ച് നടത്തി. രാമക്കൽമേടിൽ തൊഴിലാളി വാഹനം അപകടത്തിൽപ്പെട്ട 5 പേർക്ക് പരിക്ക്. കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ ഇടത്തറമുക്കിന് സമീപമാണ് അപകടം. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് നല്ലത്. വിഷയത്തിൽ കോൺഗ്രസ് ഉടൻ നടപടി. രാജ്യം കണ്ട ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാണ് ശബരിമലയിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.